നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രാജ്യത്ത് കൽക്കരി ക്ഷാമം രൂക്ഷം. താപവൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം ഇതോടെ താറുമാറായി. പഞ്ചാബിലും രാജസ്ഥാനിലും യുപിയിലും പവർ കട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. നഗരത്തിൽ 2 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കൽക്കരി ശേഖരം മാത്രമേ ഉള്ളൂവെന്നാണ് സൂചന. കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതിസന്ധി തുടർന്നാൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ കുറവുണ്ട്. ജലവൈദ്യുതി പദ്ധതികളാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്നും കെ കൃഷ്ണൻകുട്ടി പാലക്കാട് പറഞ്ഞു. വൈദ്യുതിയുടെ ഉപയോഗം ആളുകൾ പരമാവധി കുറയ്ക്കണമെന്ന് KSEB ചെയർമാൻ ഡോക്ടർ ബി അശോക്. വൈകുന്നേരം 6 മണിക്കും രാത്രി 11 മണിക്കും ഇടയിലുള്ള സമയത്തെ ഉപയോഗം 10% കുറയ്ക്കണം. പ്രതിസന്ധി തുടർന്നാൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നും ചെയർമാൻ ന്യൂസ് 18നോട്. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയില്ലെന്ന കേന്ദ്ര സർക്കാർ. കൽക്കരി ക്ഷാമം എന്നത് അടിസ്ഥാനമില്ലാത്ത വാദമാണെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ്. എല്ലാ ദിവസവും പുതിയ സ്റ്റോക്ക് എത്തുന്നുണ്ട്. 4 ദിവസത്തെ കരുതൽ ശേഖരമുണ്ട്. സംഭരണത്തിലും വിതരണത്തിലും തടസ്സമില്ലെന്നും മന്ത്രി. KPCC പുനഃസംഘടനാ പട്ടികയ്ക്ക് അന്തിമ രൂപമായി. വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി. മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി തയ്യാറാക്കിയ പട്ടികയുടെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. AI ഗ്രൂപ്പുകൾ നൽകിയ പേരുകളിൽ നിന്ന് ചിലരെ ഒഴിവാക്കും. ഗ്രൂപ്പ് മാനേജർമാരെ കൂടുതൽ പിണക്കാൻ ഇടയില്ല. വൈസ് പ്രസിഡന്റ് പദത്തിലേക്ക് VP സജീന്ദ്രൻ, ബിന്ദു കൃഷ്ണ, പത്മജ വേണുഗോപാൽ, ശിവദാസൻ നായർ തുടങ്ങിയവർ പരിഗണനയിൽ. ജ്യോതികുമാർ ചാമക്കാല, VS ശിവകുമാർ, ആര്യാടൻ ഷൌക്കത്ത്, VT ബൽറാം, അനിൽ അക്കര എന്നിവർ ജനറൽ സെക്രട്ടറി പദത്തിലേക്കെന്ന് സൂചന. S അശോകൻ, അബ്ദുൽ മുത്തലിബ്, IK രാജു, നീലകണ്ഠൻ, സോണി സെബാസ്റ്റ്യൻ, ശൂരനാട് രാജശേഖരൻ, PM നിയാസ് എന്നിവരും പരിഗണനയിൽ. KPCC ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടാത്ത അംഗങ്ങളെ മറ്റ് ചുമതലകളിൽ പരിഗണിക്കാൻ ധാരണ. KPCC പുനഃസംഘടനാ പട്ടിക ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട യാതൊരു അനിശ്ചിതത്വവുമില്ല. മാനദണ്ഡങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പട്ടിക ഇന്നോ നാളെയോ സമർപ്പിക്കുമെന്നും സതീശൻ. നടത്തിയ ചർച്ചകളിൽ മുതിർന്ന നേതാക്കൾ തൃപ്തരെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും VD സതീശൻ. KPCC പുനഃസംഘടന കഴിഞ്ഞാൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകില്ല. സ്ഥാനം നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ പരിഗണന നൽകും. കോൺഗ്രസിനെ മാറ്റി നിർത്തിയുള്ള പ്രതിപക്ഷ ഐക്യനീക്കം പ്രായോഗികമല്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ വിലയിരുത്തൽ. വർഗീയതയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയമെന്ന് വിമർശനം. നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം മുന്നണി പ്രായോഗികമല്ല. രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകി 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ സമാപിച്ചു. വർഗ സമരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വർഗ ബഹുജന സംഘടനകൾ ജനക്ഷേമ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടണമെന്നും യോഗത്തിൽ അഭിപ്രായം. ജനകീയ വിഷയങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ ഐക്യത്തിനായി ശ്രമിക്കണമെന്നും ഇടതു പാർട്ടികളുടെ യോജിച്ചുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്തണമെന്നും PB വിലയിരുത്തൽ. കോട്ടയം കുമരകത്ത് CPMൽ നിന്ന് 4 നേതാക്കളെ പുറത്താക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതിനാണ് നടപടി. കുമരകം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP സലിമോൻ, ലോക്കൽ കമ്മിറ്റി അംഗം വസുമതി ഉത്തമൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന AN പൊന്നമ്മ, MM സജീവ് എന്നിവർക്കെതിരെയാണ് നടപടി. സംസ്ഥാനത്ത് ഡീസൽ വിലയും 100 രൂപ കടന്നു. തിരുവനന്തപുരത്തെ പാറശാല, ഇടുക്കിയിലെ പൂപ്പാറ എന്നിവിടങ്ങളിലാണ് ഡീസൽ വില 100 രൂപയ്ക്ക് മുകളിലെത്തിയത്. ഡീസലിന് 38 പൈസയും പെട്രോളിന് 32 പൈസയും ഇന്ന് കൂട്ടി. 106 രൂപയ്ക്ക് മുകളിലാണ് പെട്രോളിന്റെ വില. ഇന്ധനവില വർധനയെ തുടർന്ന് ഡീസൽ വില 100 കടന്നത് 12 സംസ്ഥാനങ്ങളിൽ. പെട്രോളിന് ഏറ്റവും ഉയർന്ന വില രാജസ്ഥാനിലാണ് രേഖപ്പെടുത്തിയത്. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ പെട്രോളിന് 116 രൂപ 9 പൈസയാണ് ഇന്നത്തെ വില. 5 വർഷം കൊണ്ടാണ് രാജ്യത്ത് ഡീസൽ വില ഇരട്ടിയായത്. 10 മാസം കൊണ്ട് പെട്രോൾ വില 20 രൂപയിലധികം കൂടി. അസംസ്കൃത എണ്ണയുടെ വില കൂടുന്നതിനാൽ വരും ദിവസങ്ങളിലും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് DYFI. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരിക്കുന്നതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് പറയാൻ ED നിർബന്ധിച്ചുവെന്ന് ആവർത്തിച്ച പ്രതി സന്ദീപ് നായർ.
വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ താൻ നേരിട്ടെത്തിയാണ് ക്ഷണിച്ചത്. സരിത്താണ് സ്വപ്നയെ പരിചയപ്പെടുത്തിയത്. ഫൈസലിനെ അറിയില്ലെന്നും റമീസിനെ നേരത്തെ പരിചയമുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിന് ലൈഫ് മിഷനുമായി ബന്ധമില്ലെന്ന് സന്ദീപ് നായർ. കോൺസുലേറ്റാണ് പൂർണ്ണമായും വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. അത് സർക്കാർ ചെയ്യുന്നതല്ല. യൂണിടാക്കിനെ പരിചയപ്പെടുത്തിയത് കോൺസുൽ ജനറലാണെന്നും സന്ദീപ്. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയെന്ന വിജിലൻസ് റിപ്പോർട്ട്. തൂണുകളിൽ ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചില്ല. 2 നിലകളിൽ ചോർച്ചയും ബലക്കുറവുമുണ്ട്. കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ മാറ്റിയിട്ടുണ്ടെന്നും കണ്ടെത്തൽ. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. KSRTC കോഴിക്കോട് ടെർമിനൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന IIT റിപ്പോർട്ട് തള്ളി ആർക്കിടെക്ട് RK രമേശ്. കെട്ടിടത്തിന് യാതൊരു ബലക്ഷയവുമില്ല. സ്ട്രക്ചറൽ ഡിസൈൻ മാറിയെന്നത് തെറ്റായ കണ്ടെത്തലാണ്. IIT റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും രമേശ്. KSRTC ചീഫ് എഞ്ചിനീയർ ആയിരുന്ന R. ഇന്ദു ഗുരുതര ക്രമക്കേടുകൾ നടത്തിയെന്ന് ധനകാര്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഹരിപ്പാട്, കണ്ണൂർ, മൂവാറ്റുപുഴ ഡിപ്പോകളിലടക്കം നിയമവിരുദ്ധ ഇടപെടലുകൾ നടത്തിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കരാറുകളുടെ കാലാവധി നീട്ടി നൽകുക, ചട്ടവിരുദ്ധമായി 2 ഉപകരാറുകൾ സൃഷ്ടിക്കുക എന്നിവ നടത്തിയെന്നും റിപ്പോർട്ട്. കോഴിക്കോട് KSRTC ടെർമിനൽ ബലപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും അറ്റകുറ്റപ്പണിയിൽ അവ്യക്തത തുടരുന്നു. കെട്ടിടം 1 മാസത്തിനകം ഒഴിപ്പിച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനം. എന്നാൽ ടെർമിനൽ ബലപ്പെടുത്താനുള്ള ചെലവ് KTDFC തന്നെ വഹിക്കണമെന്ന നിലപാടിലാണ് സർക്കാർ. സർവീസുകൾ എവിടെ നിന്ന് നടത്തുമെന്നതിലും അവ്യക്തത. ഡൽഹി സർവകലാശാല അധ്യാപകന്റെ മാർക്ക് ജിഹാദ് വിവാദ പരാമർശത്തിൽ കേന്ദ്രത്തെ പ്രതിഷേധമറിയിച്ച് കേരളം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അടച്ചാക്ഷേപിച്ചെന്ന് കാട്ടി മന്ത്രി R. ബിന്ദു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയച്ചു. പരാമർശത്തിന് പിന്നിൽ സംഘപരിവാർ രാഷ്ട്രീയമാണെന്നും ലക്ഷ്യം വർഗീയതയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. എബ്രഹാം എന്നയാളാണ് 19 കാറുകൾ അടിച്ചു തകർത്തത്. ലഹരിയിലാണ് ആക്രമണമെന്ന നിഗമനത്തിലാണ് പോലീസ്. മോൻസൺ മാവുങ്കലിനെതിരെ ഒരു കേസ് കൂടി. DRDOയുടെ വ്യാജരേഖ ഉണ്ടാക്കിയതിനാണ് പുതിയ കേസ്. ഇറിഡിയം സൂക്ഷിക്കാൻ അനുമതിയുണ്ടെന്ന് കാണിക്കുന്ന വ്യാജരേഖയാണ് മോൻസൺ ഉണ്ടാക്കിയത്. ഇതോടെ മോൻസണെതിരായ കേസുകളുടെ എണ്ണം 7ആയി. നികുതി വെട്ടിപ്പിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരിൽ ചിലർ നഗരസഭയിലെത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP നേതാവ് VV രാജേഷ്. പ്രതികൾക്ക് രക്ഷപ്പെടാൻ നഗരസഭ തന്നെ അവസരമൊരുക്കുകയാണ്. ഇതിനെതിരെ ബുധനാഴ്ച കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും VV രാജേഷ്. നടപടിക്ക് വിധേയരായ ഹരിത നേതാക്കൾ മതവിരുദ്ധരാണെന്ന പ്രചാരണം ശക്തമാക്കി മുസ്ലിം ലീഗ്. ലീഗ് വിശ്വാസികളുടെ പാർട്ടിയാണെന്നും മതനിരസം പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകില്ലെന്നും ജനറൽ സെക്രട്ടറി PM A സലാം. കോവിഡ് മൂലം മരിച്ചവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഹെൽത്ത് COVID-19 ഡെത്ത് ഇൻഫോ പോർട്ടൽ മുഖേനയാണ് മരണനിർണയത്തിനും സർട്ടിഫിക്കറ്റിനുമായി അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷ നൽകി 30 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. ഈരാറ്റുപേട്ട നഗരസഭയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നാളെ. CPM SDPI ബന്ധത്തിന്റെ പേരിൽ പഴികേട്ട CPM തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. വിജയിക്കാനാകാത്ത സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം. നവംബർ 1-ന് LP ക്ലാസുകൾ തുടങ്ങാൻ കഴിയില്ല. ആശങ്ക പങ്കുവച്ച് അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ. കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ തയ്യാറല്ല. തുറക്കുന്ന കാര്യം 2ാം ഘട്ടത്തിൽ മാത്രം പരിഗണിക്കണം. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ വ്യാപാരികൾക്കായി പ്രഖ്യാപിച്ച സർക്കാർ കെട്ടിടങ്ങളിലെ വാടക ഇളവ് കൊച്ചി GCDA നടപ്പാക്കുന്നില്ലെന്ന് പരാതി. GCDA ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ് തീരുമാനം നടപ്പാക്കാത്തതെന്നാണ് സൂചന. ഇതുമൂലം 100 കണക്കിന് വ്യാപാരികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഉത്ര കൊലക്കേസിൽ വിധി നാളെ. പ്രതി സൂരജിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഉത്രയുടെ കുടുംബം. കൊലയ്ക്കായി ഉപയോഗിച്ചത് മൂർഖൻ പാമ്പിനെയാണ്. കൊന്നുകുഴിച്ചിട്ട പാമ്പ് കേസിലെ തൊണ്ടി മുതലാണ്. അങ്ങനെ നിരവധി സവിശേഷതകളുള്ളതാണ് ഉത്ര കൊലക്കേസ്. ലഖിംപൂരിൽ കർഷകർ കൊല്ലപ്പെട്ട കേസിൽ മന്ത്രിപുത്രൻ ആശിഷ് മിശ്ര ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ലഖിംപൂർ ജില്ലാ ജയിലിലാണ് ആശിഷ് റിമാൻഡിൽ കഴിയുക. 12 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം രാത്രി 11 മണിയോടെയായിരുന്നു അറസ്റ്റ്. കലാപശ്രമം ഉൾപ്പെടെ 8 വകുപ്പുകളാണ് ആശിഷിനെതിരെ ചുമത്തിയത്. ചോദ്യം ചെയ്യലിനോട് ആശിഷ് മിശ്ര സഹകരിച്ചില്ലെന്ന് DIG ഉപേന്ദ്ര അഗർവാൾ. ഇതേ തുടർന്നാണ് അന്വേഷണത്തോട് നിസ്സഹകരിക്കൽ, കൃത്യമായ ഉത്തരം നൽകാതിരിക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടി അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും DIG വ്യക്തമാക്കി.
അറസ്റ്റിലായ ആശിഷ് മിശ്രയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കസ്റ്റഡി ആവശ്യം കോടതി നാളെ പരിഗണിക്കും. അതേസമയം അജയ് മിശ്രയുടെ രാജി ആവശ്യം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുകാശ്മീരിലെ 16 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. വോയിസ് ഓഫ് ഹിന്ദ് മാസികയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു പരിശോധന. റെയ്ഡിനിടെ IED കണ്ടെത്തി. ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി. ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. നവരാത്രി അടക്കമുള്ള ഉത്സവങ്ങൾക്കിടെ ഭീകരാക്രമണം ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. മുംബൈയിൽ 130 ഗ്രാം MDMA പിടികൂടി. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് നൈജീരിയൻ പൗരനിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. പിടികൂടിയ MDMAയ്ക്ക് ഏകദേശം 39 ലക്ഷം രൂപ വില വരും. കർണാടകയിലെ ഗുൽബർഗയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. പുലർച്ചെ 6 മണിയോടെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. താലിബാനുമായി ചർച്ച നടത്തി അമേരിക്ക. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ആദ്യമായാണ് അമേരിക്ക താലിബാനുമായി ചർച്ച നടത്തുന്നത്. അഫ്ഗാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അമേരിക്കൻ പൗരന്മാരെ തിരികെ എത്തിക്കൽ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചയായി. ഖത്തറായിരുന്നു ചർച്ചയുടെ വേദി. പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ AQ ഖാൻ അന്തരിച്ചു. പാക് ആണവ പദ്ധതികളുടെ പിതാവ് എന്ന നിലയിലാണ് AQ ഖാൻ അറിയപ്പെടുന്നത്. 85 വയസ്സായിരുന്നു. 1936-ൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് AQ ഖാന്റെ ജനനം. ഓസ്ട്രിയയുടെ ചാൻസലർ സെബാസ്റ്റ്യൻ കുർസ് രാജിവെച്ചു. അഴിമതി ആരോപണത്തെ തുടർന്ന് സമ്മർദ്ദം ശക്തമായതോടെയാണ് രാജി. OVP പീപ്പിൾസ് പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിലെ കണ്ടെത്തലിനെ തുടർന്ന് അഴിമതി ആരോപണങ്ങളിൽ കുർസ് അടക്കം 9 പേർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ലെബനനിൽ വൈദ്യുതി പ്രതിസന്ധി. രാജ്യത്ത് വൈദ്യുതി ബന്ധം നിലച്ചു. ഇന്ധന ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് രാജ്യത്തെ പ്രധാന വൈദ്യുത കമ്പനികളായ ദേർ അമാറും സഹറാനിയും പ്രവർത്തനം നിർത്തിവെച്ചു. ഇതാണ് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അടുത്ത ഏതാനും ദിവസത്തേക്ക് പ്രവർത്തനം പുനരാരംഭിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട്. ചൈന തായ്വാൻ പുനരൈക്യം യാഥാർത്ഥ്യമാകുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. തായ്വാന്റെ വ്യോമപരിധിയിലേക്ക് 100-ലേറെ യുദ്ധവിമാനങ്ങളെ അയച്ചതിന് പിന്നാലെയാണ് ഷീ ജിൻപിങ്ങിന്റെ പ്രതികരണം. ഹോങ്കോങ്ങിലേതുപോലെ ഒരു രാജ്യം 2 സംവിധാനം നടപ്പാക്കുകയാണ് ലക്ഷ്യം. ഹോങ്കോങ് സർവകലാശാലയിലെ ടിയാൻമെൻ കൂട്ടക്കൊലയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പ്രതിമ നീക്കം ചെയ്യാനൊരുങ്ങുന്നു. നിയമോപദേശത്തെ തുടർന്നാണ് തീരുമാനമെന്ന് സർവകലാശാല അധികൃതർ. ഹോങ്കോങ്ങിലെ ഭരണത്തിനെതിരായ പ്രതിഷേധത്തിനെതിരെ ചൈന നടപടി ശക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. ഇറാൻ മുൻ പ്രസിഡന്റ് അബുൽ ഹസൻ ബനിസദർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ബനിസദർ. അധികാരത്തിൽ 1 വർഷം തികയും മുമ്പ് പുറത്താക്കപ്പെട്ട ബനിസദർ ഫ്രാൻസിൽ അഭയം തേടിയിരുന്നു. കോവിഡ് യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവേർപ്പെടുത്തി സിംഗപ്പൂർ. ഇംഗ്ലണ്ട് ഉൾപ്പെടെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികർക്ക് ക്വാറന്റീൻ ഒഴിവാക്കി ഉത്തരവിറങ്ങി. കോവിഡുമായി ചേർന്ന് ജീവിക്കുക എന്നതിലേക്ക് കടക്കുകയാണെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ചത്. സ്പെയിനിലെ കാനറി ദ്വീപിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയുടെ ഒഴുക്ക് തുടരുന്നു. അഗ്നിപർവ്വതത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് ലാവ വമിക്കാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം. കൂടുതൽ മേഖലയിലെ കെട്ടിടങ്ങൾ ലാവയിൽ കത്തിനശിച്ചു. സെപ്റ്റംബർ 19-നാണ് അഗ്നിപർവ്വതം ആദ്യം പൊട്ടിത്തെറിച്ചത്. 2017-ൽ മാലിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കൊളംബിയൻ കന്യാസ്ത്രീ മോചിതയായി. ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് ഗ്ലോറിയ സിസ്ലിയെ തട്ടിക്കൊണ്ടുപോയത്. കന്യാസ്ത്രീയുടെ മോചനം എങ്ങനെയാണ് നടന്നതെന്നതിൽ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. മോസ്കോയിലെ ബോൾഷോയ് തിയേറ്ററിൽ അപകടം. കലാകാരൻ കൊല്ലപ്പെട്ടു. നാടകത്തിനായി ഒരുക്കിയ സീനറിയുടെ കട്ടൌട്ട് മറിഞ്ഞു വീണാണ് അപകടം. നടൻ യവനി കുലേഷാണ് മരിച്ചത്. അമൃത ടിവിയിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സന്തോഷ് ബാലകൃഷ്ണൻ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. സംസ്കാരം ജന്മനാടായ കിഴക്കമ്പലത്ത് നടക്കും. സന്തോഷ് ബാലകൃഷ്ണന്റെ മരണത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും അനുശോചിച്ചു. തിരുവനന്തപുരം വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയിൽ മോഷണ ശ്രമം. മാനേജ്മെന്റ് പ്രതിനിധികൾ തന്നെയാണ് സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചത്. നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് ഇവരെ പിടികൂടി. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം.
വയനാട്ടിൽ ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ വീട്ടമ്മയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികൾ റിമാൻഡിൽ. മുഖ്യപ്രതി ഷംസാദ് ചികിത്സാ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. പ്രതികൾ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തിരുവനന്തപുരം നെടുമങ്ങാട് വാഹന പരിശോധനയ്ക്കിടെ 1.25 കിലോ കഞ്ചാവും 10 ലിറ്റർ ചാരായവും പിടികൂടി. പാലോട് പേരയം സ്വദേശി വിജിൻ പിടിയിൽ. 40,000 രൂപ വില വരുന്ന വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. അനുജന്റെ പിറന്നാൾ ആഘോഷത്തിന് ബീച്ചിലെത്തിയ 11-കാരി മുങ്ങി മരിച്ചു. മണിയൂർ മുതുവനയിലെ കുഴിച്ചാലിൽ റിജുവിന്റെ മകൾ സനോമിയാണ് മരിച്ചത്. ബീച്ചിൽ നിൽക്കുമ്പോൾ ശക്തമായ തിരമാലയിൽ ഒഴുകിപ്പോവുകയായിരുന്നു. കുളമാവ് ജലാശയത്തിൽ നിന്നും മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ഇടുക്കി തങ്കമണിയിൽ നിന്നും കാണാതായ ടോമിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളമാവ് മുത്തിയൂരുടെയാറിന് സമീപം ടോമിയുടെ സ്കൂട്ടറും ചെരുപ്പും രാവിലെ കണ്ടെത്തിയിരുന്നു. ചെസ് ഹൌസ് ബോട്ട് ഗ്ലോബൽ 2021 സംഘടിപ്പിച്ചു. ഒഴുകുന്ന ഹൌസ് ബോട്ടിൽ ഓറിയൻ ചെസ് മൂവ് സംഘടിപ്പിച്ച മത്സരത്തിൽ തമിഴ്നാടിന്റെ അന്താരാഷ്ട്ര താരം ശരവൺ ഒരേ സമയം 30 എതിരാളികളോട് മത്സരിച്ചു. ചെസ് ടൂറിസം പരിപാടി 2022 മുന്നോടിയായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് തപസ്യ കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ പ്രഥമ അക്കിത്തം പുരസ്കാരം MT വാസുദേവൻ നായർക്ക് നൽകി. തപസ്യ സംഘാടകർ കൊട്ടാരം റോഡിലുള്ള MTയുടെ വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിച്ചു. കേസരി ഭവനിലാണ് അക്കിത്തം പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചതെങ്കിലും MT എത്തിയിരുന്നില്ല. തുടർന്നാണ് വീട്ടിലെത്തി പുരസ്കാരം MTക്ക് നൽകിയത്. പാലക്കാട് കരിമ്പ പനയം ജീപ്പും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ആദിവാസി കോളനിയിൽ നിന്നുള്ളവരാണ് ജീപ്പിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരം. പൂഞ്ചോലയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു കോളനിവാസികൾ. പുനലൂർ ചെങ്കോട്ട പാതയിൽ ഇടമൺ ക്ഷേത്രഗിരിക്ക് സമീപം വാഹനാപകടം. തമിഴ്നാട്ടിൽ നിന്നും പുനലൂരിലേക്ക് ലോഡുമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ഡ്രൈവർ മുത്തുവേൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനം വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ ഇടതുവശത്തേക്ക് മറിയുകയായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ബൈക്കും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് MBBS വിദ്യാർത്ഥി മരിച്ചു. ഗോകുലം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി കോതമംഗലം സ്വദേശി നിതിൻ ഹരിയാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സഹപാഠി കൊട്ടാരക്കര സ്വദേശി വിഷ്ണുവിനെ ഗുരുതര പരിക്കോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാളത്തിൽ സാഹിത്യത്തിൽ മോഷണം പെരുകുന്നു എന്ന് പന്ന്യൻ രവീന്ദ്രൻ. കൃതി അപ്പാടെ മോഷ്ടിച്ച് പ്രസിദ്ധീകരിക്കുന്ന പ്രവണതയുമുണ്ട് എന്ന് പന്ന്യൻ വിമർശിച്ചു. പേപ്പർ പബ്ലിക്ക പ്രസിദ്ധീകരിച്ച അമേരിക്കൻ മലയാളിയായ ത്രേസ്യാമ്മ തോമസിന്റെ സിൻ സിറ്റി കഫേ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ. റെയിൽവേ ഡിവിഷൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോവിഡ് കാലത്ത് നിർത്തിവെച്ച ട്രെയിനുകൾ ജനറൽ കോച്ചുകളോടുകൂടി സർവീസ് പുനഃസ്ഥാപിക്കുക, പ്ലാറ്റ്ഫോം ടിക്കറ്റ് 50 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കനത്ത മഴയിൽ തിരുവനന്തപുരം വെമ്പായത്ത് മതിലിടിഞ്ഞു വീണ വീട് തകർന്നു. പന്തലക്കോട് സ്വദേശി സുന്ദരേശന്റെ വീടാണ് തകർന്നത്. സുന്ദരേശനും ഭാര്യ ചന്ദ്രികയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാസർകോട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ശേഖരം നിർവീര്യമാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. കീടനാശിനി ജില്ലയിൽ വച്ച് നിർവീര്യമാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾ